യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തു. മുഴുവനായില്ല, ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരാനുള്ളത്. നമ്മളവിടെ യെശയ്യാവിൻ്റെ 9-ന്റെ 6ഉം 7ഉം വചനങ്ങൾ വരെ നമ്മൾ വായിച്ചു, അവിടെ നിർത്തി. അപ്പോൾ നമുക്ക് എന്താണ്, യെശയ്യാവിൻ്റെ കാലം മുതലാണ് കൃത്യമായിട്ട് ഒരു രക്ഷകൻ വരും എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. അതിനു മുമ്പ് നമുക്ക് സൂചനകൾ തരുന്നു. ഇനി ആരുടെ പേരിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അത് പറയുന്നത് ആനോ ഡൊമിനി AD. കാരണം നമ്മൾക്കറിയാം, ഈ AD എന്ന് പറയുന്നതും BCE എന്ന് പറയുന്നതും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലുമാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഏകദേശം 500 AD 500-ന് ശേഷമാണ് ചരിത്ര കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ പുറകിലേക്ക് അന്വേഷിച്ച് പോയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 500 ആണെങ്കിൽ 500 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 499, 498, പിന്നെ 497, അങ്ങനെ പോയി ഏകദേശം 4-ലെത്തിയപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് സംശയങ്ങൾ. ഇനി അത് 1-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഇവർക്കൊരു തീരുമാനമുണ്ടായി. അപ്പോൾ ഇവർ ആലോചിച്ചു, ഒരു തീരുമാനമെടുത്തു, നമുക്ക് 1 കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന ഡിജിറ്റ് വയ്ക്കാം. അങ്ങനെ അത് മൂന്നാമത്തെ കൊല്ലം, 3-ാം ആണ്ടിലാണ് അത് തീരുമാനം. അങ്ങനെ 0 ഇവർ വെച്ചു എന്നിവർ പറയുന്നുണ്ട് എങ്കിലും, പക്ഷെ 0 എന്ന് പറയുന്ന ഒരു കാലവർഷം നമുക്ക് ഇതുവരെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. 1-ാമത്തെ ആണ്ടിൽ ഇന്നത് ചെയ്തു, 1-ാമത്തെ ആണ്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ നമ്മൾ പലതും വായിക്കുകയുണ്ടായി. അല്ലെങ്കിൽ BCE 2-ാം ആണ്ടിൽ 1-ാം ആണ്ടിൽ എന്ന് പറയും. പക്ഷേ ഈ 0 എന്ന് പറയുന്ന ഒരു കൊല്ലവർഷം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അതൊന്നും രേഖപ്പെടുത്തിയതായിട്ട് നമ്മളുടെ അറിവില്ല. ചിലപ്പോൾ അറിവുകൾ പലരുടെയും ഉണ്ടാവാം, ഇല്ലായിരിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും എൻ്റെ അറിവിലില്ല. അപ്പോൾ അങ്ങനെ ഡിസെൻഡിങ്ങിലേക്കാണ് ഇവർ അന്വേഷിച്ച് പോയത്. അതിനുശേഷം അത് അസെൻഡിങ്ങിലേക്ക് പോവാം. BCE 1, 2, 3 അങ്ങനെ പുറകിലേക്ക് അന്വേഷിച്ചു. കാലത്തിൻ്റെ പോക്കനുസരിച്ചുള്ള കണക്കുകൾ വെച്ച് നോക്കിക്കഴിയുമ്പോൾ യേശുവിന് മുന്നേയുള്ള കാലം ഡിസെൻഡിങ്ങും, യേശുവിന് ശേഷം ആനോ ഡൊമിനിയിൽ വരുമ്പോൾ അത് അസെൻഡിങ്ങിലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 1999, 2000, 2001, 2002, 2003 എന്ന് പറയും. അങ്ങനെ നമ്മളിപ്പോൾ 2026-ലെത്തി. പക്ഷേ BCEയിൽ വരുമ്പോൾ അങ്ങനെയല്ല. അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ, പുറകിലേക്ക് പോകുമ്പോൾ മാത്രമേ അത് അസെൻഡിങ്ങിൽ വരുന്നുള്ളൂ. നമ്മളുടെ എണ്ണം കറക്റ്റായി വരുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഡിസെൻഡിങ്ങിലാണ് വരും. എനിവേ, നമ്മൾക്കിപ്പോൾ അതൊരു വിഷയമല്ല. നമ്മളിവിടെ അതിൻ്റെ ഒരു കാലവർഷം പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ അത് പറഞ്ഞു എന്ന് മാത്രം. AD ആനോ ഡൊമിനി 29. ഓക്കെ. ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അവകാശിയായി വാഗ്ദാനം ചെയ്തിരുന്ന സന്തതി യേശുവാണ് എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നു. ഓക്കെ, കൊല്ലവർഷം നമുക്ക് വേണമെങ്കിൽ പയ്യൊന്ന് മാറ്റി വരും. കാരണം അത് കൃത്യമാവാനൊന്നും സാധ്യതകളില്ല, ഏകദേശ കണക്കായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? യേശു വരുന്നു. ദൈവം വരുന്നത് യേശു എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ യേശു വരുന്നു. നമുക്കപ്പോൾ ഇവിടെ പറയുന്നത് ഗലാത്യർ 3:16 നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താണ് ഗലാത്യറിൽ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ യേശു വരികയാണെങ്കിൽ, യേശു വന്നു, പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നു യേശു എന്നുള്ള പേര്. അപ്പോൾ ഗലാത്യർ 3:16 എന്താണ് പറയുന്നത്? എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. അപ്പോൾ
അപ്പോൾ അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള സന്തതി പരമ്പരകൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെക്കുറിച്ചത്രേ പറയുന്നു. അപ്പോൾ സന്തതി പരമ്പരകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്തതി പരമ്പരകൾ മക്കളായിട്ട് ഒരുപാട് വരുമല്ലോ. പക്ഷെ ഇവിടെ പറയുന്നത് സന്തതികളെക്കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെക്കുറിച്ചാണ് പറയുന്നത്, ഒരുവനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായി? അവിടെ ഒരു മനുഷ്യനെക്കുറിച്ച് ആണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിനി ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. അത് എന്താ പറയുന്നത് എന്ന് നോക്കാം. ലൂക്കോസിൻ്റെ പുസ്തകം 1:31 മുതൽ നമുക്ക് 33 വരെ നോക്കാം. എന്താണ് പറയുന്നത്? പറയുന്ന സാഹചര്യം മറിയയോടാണ്. അതായത് യേശു ജഡം സ്വീകരിച്ചപ്പോൾ മജ്ജയും മാംസവും രക്തവും എല്ലാം സ്വീകരിച്ച മറിയ എന്ന് പറയുന്ന സ്ത്രീയോടാണ് പറയുന്നത്. നമ്മൾ മാതാവ് എന്നൊക്കെ വിളിക്കും ആ സ്ത്രീയോടാണ് പറയുന്നത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് വിളിക്കണം. അപ്പോൾ ഇവിടെ ദൈവം വെളിപ്പെടുത്തി യേശു എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്ന് പേരായി തന്നെ ഒരു രക്ഷകൻ വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ പറയുന്നു ഒരു പുത്രൻ, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ്റെ പേര് യേശു എന്ന് തന്നെ നീ വിളിക്കണം. ഇതിൻ്റെ യേശു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. ഈ വചനം ഒന്ന് വായിച്ചിട്ട്, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കാര്യം, യേശു എന്നുള്ളത് എന്താണ് എന്നുള്ളത് പറയാം. യേശു എന്ന് പറയുന്ന പേര് ചുരുക്കപ്പേരാണ്. യഹോഷ്വ എന്നാണ് യേശുവിൻ്റെ പേര് യഥാർത്ഥത്തിൽ. അതായത് പിതാവിനാൽ രക്ഷിക്കപ്പെട്ടവൻ, പിതാവ് രക്ഷകൻ, യഹോവ രക്ഷകൻ, അതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ യേശു എന്ന് വിളിക്കുന്നു. പലർക്കും ചില തെറ്റിദ്ധാരണകളുണ്ട്. യേശു ക്രിസ്തു എന്നുള്ളതും പേരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഒരുപാടുണ്ട്. ക്രിസ്തു എന്നുള്ളത് പേരല്ല. ക്രിസ്തു എന്ന് പറയുന്നത് അഭിഷിക്തൻ എന്നോ ദൈവത്തിന് വേണ്ടി ത്യജിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക. അതുകൊണ്ടാണ് ക്രിസ്തു എന്നുള്ള ആ പേര് ദൈവം കോരശ് എന്ന് പറയുന്ന ഒരു രാജാവിനെ പോലും വിളിക്കുന്നുണ്ട്. നീ എൻ്റെ അഭിഷിക്തനല്ലയോ എന്ന് പറയുന്ന ഒരു സന്ദർഭം ബൈബിളിലുണ്ട്. അപ്പോൾ യേശുവിനെ മാത്രമല്ല ദൈവം ക്രിസ്തു എന്ന് വിളിച്ചിരിക്കുന്നു, ഈ കോരശിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷിക്തനല്ലയോ എന്ന് പറയുന്നത്, അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, യേശുവിനെ വിളിക്കുന്നു ക്രിസ്തു. യേശുവിനെയാണ് ദൈവം ക്രിസ്തു എന്ന് അധികമായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കോരശിനെ ഒറ്റ പ്രാവശ്യമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു രാജാവും കൂടിയായിരുന്നു, പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു രാജാവായിരുന്നു, ദൈവവിശ്വാസമുള്ളവനായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് കോരശിനെ അങ്ങനെ വിളിച്ചു. യേശുവിനെ സംബന്ധിച്ച് യഹോഷ്വ എന്നുള്ളൊരു പേര് കൂടിയാണ്, യഹോവ രക്ഷകൻ എന്നുള്ളൊരു അർത്ഥമാണ് അതിനകത്ത് കൊടുക്കുന്നത് യേശു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ നമ്മൾക്ക് പല കഥകളായിട്ടൊക്കെ നമ്മൾക്ക് നേരത്തെ കുഞ്ഞുനാൾ മുതലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ദൈവം അരുളി ചെയ്യുന്നത്, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു വാക്കുകൂടെ കയറി വരുന്നുണ്ട്,
കർത്താവായ ദൈവം, കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഉത്ഭവത്തിൽ ആര് സൃഷ്ടിച്ചു, അതായത് ക്രിയ ചെയ്യുന്നവൻ കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ കർത്താവായ ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. അതിൻ്റെ പിതാവും യേശുവും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇത് പഠിച്ച് വരുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കണ്ട, കാരണം അത് കയറിക്കഴിഞ്ഞാൽ ഈ വിഷയം തീരാതെ വരും. അപ്പോൾ എന്നിട്ട് എന്താണ് പറയുന്നത്? ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഓക്കെ, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. യേശുവിൻ്റെ രാജ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനം ഉണ്ടാകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. അതിൻ്റെ ഡെപ്ത്, ആ പ്രാർത്ഥനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അത് എത്രയായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, ഏതെല്ലാം മേഖലകളിലാണ് അത് കടന്നു ചെല്ലുന്നത്, ആ പ്രാർത്ഥന കടന്നു ചെല്ലുന്നത്. ആദിയിൽ അന്ത്യത്തിൽ ഈ പ്രാർത്ഥനയുടെ ടച്ച് വരുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം നോർമലി ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാവർക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന അറിയാം, പക്ഷേ അത് ബൈഹാർട്ട് മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്നു, അവർ ഉരുവിടുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല ആ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സ്വർഗസ്ഥനായിരിക്കുന്ന നമ്മുടെ പിതാവ് എന്ന് പറയുമ്പോൾ അത് പിതാവാണെങ്കിൽ ഞാൻ ആരാണ്? അപ്പോൾ പിതാവും പുത്രനും മക്കളും തമ്മിലുള്ള ബന്ധം, അതിലെത്ര സ്വാതന്ത്ര്യമുണ്ട്? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലാണ് നമുക്കതിൻ്റെ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന വരുള്ളൂ. നമ്മൾ അതിനകത്തേക്ക് ആ പ്രാർത്ഥനയിലേക്കും ഇപ്പോൾ കടക്കുന്നില്ല, നമ്മൾ ഈ ടോപ്പിക്ക് തീർന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ലൂക്കോസിൻ്റെ തന്നെ 23-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോവാം. 21ഉം 22ഉം വചനങ്ങൾ നമുക്കൊന്നെടുക്കാം. ലൂക്കോസിൻ്റെ പുസ്തകം എന്താണ് പറയുന്നത്? 3-ാം അധ്യായം 21-20. ജനം എല്ലാം സ്നാനം ഏൽക്കയിൽ യേശുവും സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അപ്പോൾ യേശുവിൻ്റെ ജനനവും യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഈ യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്കിവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്കത് മനസ്സിലായി. ഇതിനകത്ത് നമുക്കെന്തെങ്കിലും ഉള്ളിലോട്ട് ആഴ്ന്നു ചിന്തിക്കാനുണ്ടോ? എന്താണ്? ജനമെല്ലാം സ്നാനമേൽക്കുകയില്ല. ജനങ്ങൾ സ്നാനമേൽക്കാൻ തുടങ്ങി. അന്ന് യോഹന്നാനിൽ നിന്നാണ് യേശു സ്നാനമേറ്റത് എങ്കിൽ ഇത് ഒരുപാട് ആളുകൾ സ്നാനമേറ്റിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ. ഈ പോയിൻ്റ് നമ്മളൊന്ന് ചിന്തിക്കും. നീ എൻ്റെ പ്രിയപുത്രൻ. ദൈവമാണ് പറയുന്നത് യേശുവിനെ കുറിച്ച്, നീ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ യേശു ആരാണ്? ദൈവമാരാണ്? നമ്മളാരാണ്? യേശു ദൈവത്തിൻ്റെ മകനാണ് എങ്കിൽ നമ്മളാരാണ്? നമ്മളോട് എന്താണ് പഠിപ്പിച്ചത്? യേശു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനാണ് പറ്റും. ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ, ദൈവത്തിനെ നമ്മൾ പിതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മക്കളാണ്. അപ്പോൾ ഇവിടെ യേശു പ്രിയപുത്രൻ അല്ലേ? അപ്പോൾ ഈ യേശു ക്രിയ ചെയ്യുന്ന കാലങ്ങളിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമുക്കത് സുഭാഷിതങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ഓക്കെ,
അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്തേക്ക് കിടക്കുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി പോകണം. കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, പഠിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ 3:21-22 വായിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി യേശു വരുന്നു, യേശുവിൻ്റെ ഉത്ഭവം, യേശുവിൻ്റെ സ്നാനം, യേശു ആരാണ് എന്നൊക്കെ മനസ്സിലായി. എന്നിട്ട് ഇനി എന്താണ് പറയുന്നത്? AD നമ്മൾ വരിക ഇല്ലേ? AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോ ഡൊമിനി 33 നമ്മൾ വരും. ഈ 33 എന്താണ് ഇത്ര പ്രത്യേകത? AD 33 യേശു കുരിശിൽ മരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ കുരിശിൻ്റെ കാര്യവും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതും ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് തീരത്തില്ല. കാരണം കുരിശ് എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, യേശുവിനെ കൊന്നൽ കുരിശിലാണ് കൊന്നത് എന്ന് പറയും. വാഗ്ദാനം ചെയ്തിരുന്ന സന്തതിയെ സർപ്പമായ സാത്താൻ കുറച്ചു സമയത്തേക്ക് നിഷ്ക്രിയനാക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇനിയുള്ള എൻട്രി. നമ്മൾ കടക്കുന്നത് അതിനകത്തേക്ക്. കാരണം ഈ ഭൂമിയിൽ ദുഷ്ടതകൾ നിറഞ്ഞു. ഈ സാത്താനെ ദൈവം വിളിക്കുന്നു, യേശു വിളിക്കുന്നു, ദുഷ്ടതകളുടെ ദൈവമല്ലയോ നീ? കാരണം ഭൂമിയിൽ ഊടാടി നടന്നു. യേശുവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുവാൻ ഒരിക്കൽ ഈ പറയുന്ന സാത്താൻ വരാൻ വൈകിയിരുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെയായിരുന്നു? അപ്പോൾ സാത്താൻ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഊടാടി നടന്നിരുന്നു. അപ്പോൾ ദൈവം പറയുവാണ്, നീ ദുഷ്ടതയുടെ ദൈവമല്ലയോ? അപ്പോൾ ഭൂമിയിൽ മുഴുവൻ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ദുഷ്ടത ചെയ്യിക്കുന്നതാരാണ്? ഈ സാത്താനാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? പിതാവായ ദൈവം യേശുവിനെ സ്വർഗീയ ജീവനിലേക്ക് ഉയർപ്പിച്ചു. യേശുവിൻ്റെ പൂർണ്ണതയുള്ള ജീവൻ്റെ മൂല്യം സ്വീകരിച്ചു. അത് ആദാമിൻ്റെ വംശജരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവർക്ക് നിത്യജീവൻ നൽകാനുള്ള അടിസ്ഥാനമായി. അപ്പോൾ യേശു മരിച്ചു, യേശുവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി, ദൈവത്തിൻ്റെ അടുത്തേക്ക്, പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് എന്താണ് പറയുന്നത്? നിത്യജീവൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തുണ്ട്. എന്താണ് നിത്യജീവൻ എന്ന് നമ്മൾക്കറിയുന്നത്? നമ്മൾ വെറുതെ വാഗൊണ്ട് നിത്യജീവൻ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. എന്താണ് നിത്യജീവൻ? ബൈബിളിൽ പറയുന്നു, ലൂക്കയുടെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഇവരെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉൽപ്പത്തിയിലേക്കൊന്ന് പോവാം. നമുക്ക് നോക്കാം. ഉൽപ്പത്തി 3:15 നമുക്കൊന്ന് പോവാം. എന്താ പറയുന്നതെന്ന് നോക്കാം. 3:15 പറയുന്നത് എന്താണ്? ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. അവൻ അവൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ സാത്താൻ്റെ നിഷ്ക്രിയമാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിനക്കും നിൻ്റെ സന്തതികൾ പറയുന്ന സാത്താനാണ്. അവരുടെ സന്തതികൾ തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അപ്പോൾ സാത്താൻ ഇങ്ങനെ ഭൂമിയിൽ ഊടാടി നടക്കുമ്പോൾ സാത്താൻ്റെ ആവശ്യം എന്താണ്? സാത്താൻ്റെ ആഗ്രഹം എന്താണ്? ഭൂമിയിലുള്ള മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നുള്ളത്. സാത്താൻ അതിനുവേണ്ടി ഇങ്ങനെ നടക്കുക. ഇതിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്.
അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? ഭൂമിയിൽ സാത്താൻ നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു, അല്ലേ? ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലും ഈ വീഡിയോ ഇവിടെയും തീരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തി 3:15 മാത്രം എടുത്തു, എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു 2 ഖണ്ഡിക മാത്രമാണ് നമ്മൾക്കിപ്പോൾ സംസാരിക്കാൻ സാധിച്ചത്. ഇനി ഒരു ഖണ്ഡികയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു ഖണ്ഡികയും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ട് സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഇതിലാർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് എനിക്ക് ചോദ്യങ്ങളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതിനകത്തൊന്നും തെറ്റുകളില്ല. നിങ്ങൾ ചിന്തിക്കുന്നപ്പോൾ ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നേരെ അങ്ങനെ തന്നെ വിശ്വസിക്കരുത്. നിങ്ങളെന്ത് ചെയ്യണം? ഇത് നേരെ പോയി ബൈബിളിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിക്കണം. യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ ആദ്യം പ്രവചനങ്ങൾ, അതിനുശേഷം സൂചനകൾ, പിന്നെ വരവുകൾ, യേശുവിൻ്റെ വരവ്, അതിനുശേഷം യേശുവിൻ്റെ മരണം, ഇതൊക്കെ എന്തിനെക്കുറിച്ചുള്ളതാണ്, എന്താണ് ഞാൻ പറയുന്ന വചനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുകയും അത് വായിച്ച് നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുക. നമ്മൾ ബൈബിളിനെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് വായിച്ച് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന തന്നെ എല്ലാവരും കാണാപ്പാടം പറയുന്നു. ഞാനൊക്കെ കുഞ്ഞുനാളിൽ കാണാപ്പാടം പറയുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോകും. അത് എന്താണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ്, ഏതൊക്കെ വഴികളിലൂടെ അത് പോകുന്നു, എത്രയായി വിഭജിച്ചിട്ടുണ്ട്, ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വ്യക്തിയോട് സംസാരിച്ചു, പ്രായമുള്ള ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത്രയും ഡെപ്ത് ഉണ്ടോ ഈ പ്രാർത്ഥനയ്ക്ക്? നമ്മളൊന്ന് ചിന്തിക്കുക. ദൈവമായ യേശു നമ്മളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നിസ്സാരമായിട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് വെറുതെ ഇങ്ങനെ പുലമ്പുന്ന രീതിയിലുള്ള പ്രാർത്ഥനയല്ല അത്. പുലമ്പൽ ബൈബിളിൽ അനുവദനീയമേ അല്ല. പുലമ്പരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. 6-ാം അധ്യായം 7-ാമത്തെ വചനമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പുലമ്പൽ നമുക്കില്ല. ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമുക്കില്ല. ബൈബിളിൽ അതിന് അനുവദിക്കുന്നില്ല. കാരണം ദൈവത്തിന് എല്ലാം അറിയാം. പക്ഷേ നമ്മുടെ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ആവശ്യം പറയും. ഇതാണ്. എന്തായാലും സഹോദരന്മാരെ, നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ഭാഗം കൂടി കേട്ട് മിക്കവാറും ഈ ഒരു പോർഷൻ തീർക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കുറേശ്ശെ ഇടുന്നത് കൊണ്ട്, കാരണം നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. കാരണം നമുക്ക് അധികം പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കുള്ള ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ പഠിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എല്ലാവരിലും നിങ്ങളുടെ കുടുംബങ്ങളിലും എന്നും ഉണ്ടാവുമാറാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.